ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മഗ്‌രിബിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മോഷണം. ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഗുമരിയ ബീബിയുടെയും ഖബറിടമുള്ള മക്ബറയിലാണ് മോഷണം നടന്നത്. പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ മോഷ്ടാവ് കവർന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ പള്ളിയിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ ചേരമാൻ സെക്രട്ടറിയാണ്. ഇന്നലെ രാത്രി ഏതാണ്ടും 29-ാം തീയതി നമ്മൾ CCTV നോക്കുമ്പോൾ 2:30 2 മണിക്ക് 3 മണിക്ക് മധ്യേന ഇയാള് നമ്മളെ കിഴക്ക് വശത്ത് കൂടെ പടിഞ്ഞാറ് വശത്തേക്ക് ആള് പോകുന്ന ദൃശ്യങ്ങളും മറ്റേ ഇതിന്റെ പള്ളിക്കകത്ത് കയറുന്ന ദൃശ്യങ്ങളും ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പള്ളിയുടെ ബാക്കിലത്തെ ആ ഡോറ് താഴെ പൊളിച്ചാണ് ഈ ആളകത്ത് കടന്നേക്കുന്നത്. അതിന്റെ അകത്ത് കടന്ന് പൈസകൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് ശേഷമുള്ള പൈസ ഒരു 3000 താഴെ റെസീറ്റ് എഴുതിയ പൈസ മാത്രമാണ് ഇയാൾക്ക് എടുക്കാൻ പറ്റിയത്. ബാക്കി പൈസകൾ ഞങ്ങൾ ഡെയിലി എല്ലാ ദിവസവും 7 മണിക്ക് പൈസ അവിടെ നിന്ന് കൊണ്ടുവരും. ആ പൈസ അവിടെ നിന്ന് പിന്നെ മാറ്റാറാണ് പതിവ്. അവിടെ അങ്ങനെ വെക്കാറില്ല പൈസ. അന്ന് 7 മണിക്ക് ഇപ്പൊ ഈ വെക്കേഷൻ ടൈം അതിന്റെ പേരിൽ വിസിറ്റേഴ്സ് രാത്രിയൊക്കെ വരുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇത്രയും പൈസ അവിടെ വരാൻ കാരണം. അല്ലെങ്കിൽ ഇത്രയും തിരക്കും ഇതൊന്നും ഉണ്ടാകാറില്ല. ഏതാണ്ടും ദൈവം സഹായിച്ച് ആളുടെ ഒരു രൂപരേഖ പോലീസ് വളരെ ആത്മാർത്ഥമായി അവർ വെളുപ്പിനെ മുതൽ 5 മണി മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് അവർ ആത്മാർത്ഥമായിട്ട് വളരെ പ്രയത്നിച്ച് ഏതാണ്ട് ഒരു രൂപരേഖ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആളെ പറ്റി വളരെ ചെറുപ്പക്കാരനാണ്. ഒരു 40 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇനി അതിനെ ബാക്കി ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി സെക്യൂരിറ്റി ഇതിന്റെ ക്യാമറയുടെ ഇതൊന്നുകൂടി നമ്മളിവിടെ വിവരപ്പെടുത്തി ഒന്നും കൂടി സെക്യൂരിറ്റി നല്ല നിലയിൽ ആക്കാനുള്ള ശ്രമം കമ്മിറ്റി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്.